ഇന്നും ഈ അമ്മമാർ കൂടെ നടന്ന് ചോറ് പാത്രത്തിലെ ചോറ് എടുത്തു വച്ച്, അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ വരുന്ന സമയത്ത് ചോറ് വിളമ്പിക്കൊടുത്ത് അങ്ങനൊരു ശീലത്തിലൂടെ പോകുന്ന ആൺകുട്ടികളാണ് മിക്ക ആൾക്കാരും മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴും നമ്മൾ ഈ അമ്മമാരുടെ ഓവർ ഇൻവോൾവ്മെൻറ്റ് ഈ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായിട്ടാണ് കാണുന്നത്. ചില കേസുകളിൽ വരുന്ന സമയത്ത് വൈഫോ അല്ലെങ്കിൽ ഹസ്ബൻഡോ പറഞ്ഞു കേൾക്കാറുള്ളതാണ്, രഹസ്യമായിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം പെൺകുട്ടി വീട്ടിൽ പറയുന്നു, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളത്. രണ്ട് വ്യക്തികൾ പരിചയമുള്ളതാകാം, പരിചയമില്ലാത്തതാകാം, പക്ഷെ ഒത്തുചേരുമ്പോൾ എന്തൊക്കെയാണ് വരുന്ന മാറ്റങ്ങൾ? കൂടുതൽ ചോദിച്ചറിയാം ഇന്നത്തെ ഡോക്ടേഴ്സ് ടോക്കിങ്ങിൽ ഡോക്ടർ റാണി രജനി, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. സ്വാഗതം ചെയ്യുന്നു മാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലവ് മാരേജ് ആകാം അല്ലെങ്കിൽ അറേഞ്ച് മാരേജ് ആകാം, പക്ഷെ ഒത്തുചേർന്ന് കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് പല നിറങ്ങളാണ്. ഈ നിറങ്ങൾക്ക് ഒരു ഭംഗി കൂട്ടാൻ എന്തൊക്കെയായിരിക്കണം കപ്പിൾസ് നോക്കേണ്ടത്? ദാമ്പത്യത്തിൽ ഈ പറഞ്ഞ പോലെ നിറങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു, കാഴ്ചപ്പാടുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ മാരേജ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിന് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇപ്പം നമുക്കറിയാം സെയിം സെക്സ് മാരേജ്, അതിനോടൊപ്പം തന്നെ ലീഗൽ അല്ലാത്ത മാരേജ്, പിന്നെ ലീഗലി മാരേജ്, ഇങ്ങനെയൊക്കെയുള്ള പല പല നിറങ്ങളാണ് നമ്മളിപ്പോൾ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ നിറങ്ങളിൽ തന്നെ നിറം മങ്ങുന്ന കാഴ്ചകളും നമ്മൾ ന്യൂസുകളിലൂടെയൊക്കെ സ്ഥിരം കാണുകയാണ്. എത്രമാത്രം ആത്മഹത്യകൾ നടക്കുന്നുണ്ട്, എന്തു പറ്റി നമ്മുടെ വിവാഹങ്ങളിൽ ഒരു റിസർച്ച് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണിത്. കാര്യം ഇത്രമാത്രം വിദ്യാഭ്യാസമുണ്ട് എന്ന് പറയുന്ന ഒരു സമൂഹത്തിലെ പല പ്രശ്നങ്ങളും നമ്മുടെ പെൺകുട്ടികൾ തുറന്നു പറയുന്നില്ല. എന്ത് പീഡനം ഏറ്റാലും അത് ചേട്ടൻ്റെ സ്നേഹം കൊണ്ടാണ് എന്നെ പീഡിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലുള്ളൊരു കാഴ്ചപ്പാടാണ് ഇന്നും നമ്മുടെ പെൺകുട്ടികൾ വയ്ക്കുന്നത്. പിന്നെ നമ്മൾ പറയുന്നുണ്ട്, പല രീതിയിലുള്ളൊരു ജനറേഷൻ ഗ്യാപ്പാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. വീട്ടിൽ നിന്ന് നിർബന്ധിച്ച് കല്യാണം പ്രായമായി പഠിത്തം പോലും കംപ്ലീറ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു പെൺകുട്ടിക്ക് ജോലി പോലും കിട്ടാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും മുമ്പ് വീട്ടുകാരും നാട്ടുകാരും എല്ലാം കൂടെ നിർബന്ധിപ്പിച്ചാണ് ഒരു കല്യാണത്തിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. പല മാരേജ് കേസസും ഞാൻ കാണുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, കല്യാണം കഴിക്കുന്ന പയ്യന് താല്പര്യം ഉണ്ടാവില്ല കല്യാണത്തിനെക്കുറിച്ച്. ആ കല്യാണം എന്നൊരു പ്രസ്ഥാനം പോലും ഇഷ്ടമില്ല. പക്ഷേ വീട്ടുകാർ ഇമോഷണലി അവരെ പറഞ്ഞ് കല്യാണം വേണം വേണം എന്നുള്ള രീതി നിർബന്ധിച്ച് ഒട്ടും ഇഷ്ടപ്പെടാതെ കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ചതിന് ശേഷം പിന്നെ ആ പെൺകുട്ടി ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. പിന്നെ ഇഷ്യൂസ് ആവുന്നു, പിന്നെ വേർപിരിയുന്നതിൻ്റേതായ ലീഗൽ ഇഷ്യൂസും സാമ്പത്തിക പ്രശ്നങ്ങളും. ഇതെല്ലാം നമ്മളെ ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ആത്മഹത്യകളും നമ്മൾ നടക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയാണ് നിശ്ചയിക്കേണ്ടത് കല്യാണം കഴിക്കണോ വേണ്ടേ എന്നുള്ളത്. അതല്ലാതെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരോ അല്ലെങ്കിൽ നാട്ടുകാരോ ഒന്നും അല്ല ചിന്തിക്കേണ്ടത്. നമുക്കറിയാം സെക്ഷൽ എഡ്യൂക്കേഷനൊന്നും നമ്മൾ കുട്ടിക്കാലത്തെ കൊടുക്കുന്നില്ല. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവർക്ക് അവരുടെ സെക്സ് എന്താണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം. സെക്ഷലി ഇഷ്യൂസ് ഉണ്ടായിട്ടുള്ള ആൾക്കാരാവാം, ചിലപ്പം നമുക്ക് പോലും അറിയില്ല, ചില സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഉള്ള ആൾക്കാരാവാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം അവർക്ക് ഉള്ളിൽ അവർ വേദന കൊണ്ട് നീറുന്ന സമയത്ത് നമ്മൾ വിവാഹം എന്നുള്ള രീതിയിൽ അവരെ നമ്മൾ നിർബന്ധിച്ചൊരു കല്യാണത്തിലേക്ക് എത്തിക്കുകയാണ്. പിന്നെ അത് സംബന്ധിച്ച് പിന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പം നമ്മുടെ ചിന്താഗതിക്ക് മാറ്റം വേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പെൺകുട്ടികൾ ആദ്യം ചിന്തിക്കേണ്ടത്, എന്ത് പ്രണയമാണെങ്കിലും എന്ത് രീതിയിൽ ആര് നമ്മളെ നിർബന്ധിപ്പിച്ചാലും നമ്മുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുക, നമ്മുടെ ജോലി, നമുക്ക് മറ്റാരെ ആശ്രയിക്കാതെ നമുക്ക് ജീവിക്കാനുള്ള ഒരു നിലയിലേക്ക് നമ്മൾ എത്തിയിട്ട് വേണം. നമ്മൾ പ്രണയിച്ച് പോകുന്ന ഒരാളിനോടൊപ്പം പോയാലും അതോടൊപ്പം തന്നെ നമ്മളെ നിർബന്ധിച്ച് വിവാഹത്തിലേക്ക് എത്തിച്ചാലും നമ്മൾ എടുക്കേണ്ട ഡിസിഷൻ മേക്കിങ്. അതല്ലാതെ
പ്രണയിച്ചു എന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് കേസസ് കാണുന്നുണ്ട്. ഇന്നും ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പോലും ഒരു പ്രണയത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാതെ അല്ലെങ്കിൽ ജോലിയൊന്നും കിട്ടാതെ ഇഷ്ടപ്പെട്ട ഒരാളിനോടൊപ്പം ഇറങ്ങിപ്പോവുകയാണ്. അപ്പം ഈ ഇറങ്ങിപ്പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ചിലപ്പോൾ കല്യാണം കഴിക്കുന്ന ആളിന് നല്ല രീതിയിലുള്ള ഒരു ജോലിയോ ഒന്നും ഉണ്ടാവണമെന്നില്ല. വീട്ടിൽ AC റൂമിൽ കിടന്ന ഒരു കുട്ടി നേരെ ചെന്ന് നല്ല ചൂടുള്ള റൂമിൽ ഒരു ഷീറ്റ് ഇട്ട് ഒരു റൂമിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷനുണ്ട്. അന്ന് കുറച്ച് ദിവസം കഴിയപ്പം ഈ പ്രണയത്തിൻ്റെ നിറം മങ്ങും. അപ്പോൾ സെക്ഷൽ ലൈഫിലേക്കൊക്കെ എത്തി കുറച്ച് ദിവസമൊക്കെ കഴിയപ്പം ഞാൻ വിചാരിച്ച പോലെയുള്ള ജീവിതം അല്ലല്ലോ ഇതെന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാവും. ആ ചിന്താഗതി ഉണ്ടാവുന്ന സമയത്ത് തന്നെ വല്ലാത്ത ഒരു പ്രയാസത്തിലൂടെ ആയിരിക്കും ഈ കുട്ടികൾ പോകുന്നത്. അപ്പോൾ നമ്മളെ കുട്ടികൾക്കൊരു തിരിച്ചറിവുണ്ടാവണം. ഫസ്റ്റ് എഡ്യൂക്കേഷൻ, 2 ജോലി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വിവാഹം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ എന്നുള്ളത് നിങ്ങളുടെ ഡിസിഷനാണ്, വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളാണ്. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് വീട്ടിലും പെൺകുട്ടിയുടെ ആണെങ്കിലും ആൺകുട്ടിയുടെ ആണെന്നുണ്ടെങ്കിലും ഇന്ന് വളരെയധികം സ്വാതന്ത്ര്യം നൽകി അതിലേറെ ലാളന നൽകിയാണ് വളർത്തി വരുന്നത്. അതിനുശേഷം വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞായി കഴിയുമ്പോൾ ചിലയിടങ്ങളിൽ ഇപ്പോഴും സോൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സ്ത്രീക്ക് മാത്രമായി മാറുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു ദാമ്പത്യ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം? നല്ലൊരു ചോദ്യമാണ്. കാര്യം ഞാനിപ്പം കാണുന്ന മിക്ക കേസിലും ഇതുപോലെയാണ്. കാര്യം ആൺകുട്ടികൾ മിക്ക ആൺകുട്ടികളും മാറി ചിന്തിക്കുന്നില്ല. ഇന്നും ഈ അമ്മമാർ കൂടെ നടന്ന് ചോറ് പാത്രത്തിലെ ചോറ് എടുത്തു വച്ച് അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ വരുന്ന സമയത്ത് ചോറ് വിളമ്പിക്കൊടുത്ത് അങ്ങനൊരു ശീലത്തിലൂടെ പോകുന്ന ആൺകുട്ടികളാണ് മിക്ക ആൾക്കാരും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ വീട്ടിലും ഇതുപോലെയൊക്കെ തന്നെയാണ്. നല്ല രീതിയിൽ കൊഞ്ചിച്ച് വളർത്തി അങ്ങനെ ആ രീതിയിൽ തന്നെയാണ് അവർ നോക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ കുട്ടി കല്യാണം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നോക്കുന്നത് അമ്മയുടെ ഓവർ ഇൻഫ്ലുവൻസാണ് വീട്ടിലെ. മകന് ഒന്ന് പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ പോലും അമ്മായിയമ്മയുടെ പല ചോദ്യങ്ങൾ. ഞാൻ അമ്മായിയമ്മമാരെ കുറ്റം പറയുന്നതല്ല, പക്ഷെ നമുക്ക് നമ്മുടെ മകനായാലും മകളായാലും അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഒരു ഫ്രീഡം നമ്മൾ കൊടുക്കണം. പ്രത്യേകിച്ച് നമ്മൾ അവർക്കൊരു വിവാഹം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഒരു ഡ്രസ്സ് മേടിക്കാൻ പോകുന്നെങ്കിൽ പോലും അമ്മ ചിന്തിക്കും അവന് എന്ത് കളറിലെ ഡ്രസ്സ് മേടിക്കണം, അല്ലെങ്കിൽ അമ്മ പോയി മേടിച്ചുകൊണ്ട് വരും, അമ്മയും അച്ഛനും കൂടെ പോയി മേടിച്ചുകൊണ്ട് വരും. അതൊക്കെ നമ്മുടെ ഈ കല്യാണം കഴിഞ്ഞ് പോകുന്ന കുട്ടിക്ക് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. അതിനോടൊപ്പം തന്നെ ഞാൻ കണ്ടിട്ടുള്ള പല കേസിലും നമുക്കറിയാമല്ലോ സ്ത്രീധനം കൊടുത്തുകൂടാ എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷേ എല്ലാവരും ഈ സ്ത്രീധനം എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും ചെയ്യുന്നതിൽ ആദ്യത്തെ ഒരു പ്രശ്നങ്ങൾ തന്നെ ആരംഭിക്കുന്നത് ഏത് കാറ് മേടിച്ച് കൊടുക്കണമെന്നുള്ളതിലാണ്. അപ്പം കല്യാണം കഴിക്കുന്ന പയ്യന് ഇന്ന മോഡൽ കാർ വേണം, പക്ഷെ വീട്ടുകാർക്ക് അതിനുള്ള ബഡ്ജറ്റ് ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ട് ഈ കാറ് എങ്ങനെയെങ്കിലും കടം മേടിച്ചും ഒക്കെ ഈ കാറ് മേടിച്ചു കൊടുക്കുന്നു, അവർ വീട്ടിൽ കൊണ്ടുപോകുന്നു. അടുത്ത ദിവസം തൊട്ട് ഈ പെൺകുട്ടി സ്വന്തം വീട്ടിൽ പോകുന്ന സമയത്ത് ഈ കടത്തെക്കുറിച്ചുള്ള വേവലാതികളാണ് അവിടെ പറയുന്നത്. സ്വാഭാവികമായിട്ട് ഈ മനപ്രയാസം, ഈ ഉള്ളിലുള്ള ടെൻഷൻ ഈ പെൺകുട്ടികൾക്ക് നന്നായി ഒന്ന് ചിരിക്കാൻ പോലും സാധിക്കുന്നില്ല. തിരിച്ചിവിടെ വീട്ടിൽ വന്നു, അപ്പോൾ ഇത് എൻ്റെ കാറാണ്, എൻ്റെ വീട്ടുകാർ വാങ്ങിച്ചു തന്ന കാർ, എൻ്റെ അച്ഛൻ മേടിച്ചു തന്ന കാറാണ്. ആ കാറിൽ പയ്യൻ്റെ സഹോദരിയോ അമ്മയോ ഒന്നും കയറ്റത്തില്ല. ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ആശുപത്രിയിൽ പോകണമെങ്കിലോ അമ്മയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നെങ്കിൽ എൻ്റെ വണ്ടിയിൽ കൊണ്ടുപോകണ്ട, അത് എൻ്റെ വണ്ടിയാണ്. നമുക്ക് തന്നെ അറിയാം നമ്മുടെ ചുറ്റുവട്ടത്ത് എത്ര വണ്ടികളാണിങ്ങനെ ഓട്ടിക്കാൻ ആളില്ലാതെ വെറുതെ കാർ ഷെഡിൽ കിടക്കുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അതൊക്കെ വെറുതെ ആയിപ്പോവുകയാണ്. അപ്പം പ്രശ്നങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. അപ്പം ഇപ്പോഴും നമ്മൾ ഈ അമ്മമാരുടെ ഓവർ ഇൻവോൾവ്മെൻറ്റ് ഈ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു മകൻ്റെ ഷൂ പോളിഷ് ചെയ്ത് കൊടുക്കുന്നത് അമ്മയായിരിക്കാം. അതോടൊപ്പം വീട്ടിൽ കാറിൽ വന്നാൽ ഉടനെ വാതിൽ തുറന്നിട്ട് കൊടുത്ത് പയ്യനെ സ്വീകരിക്കണം. അപ്പോൾ ഇതെല്ലാം ഒരു പെൺകുട്ടി ചെയ്യാതിരിക്കുമ്പോൾ അവിടെ ആ കുട്ടിക്ക്
എന്തൊക്കെയോ അവൾ വലിയ മഹാ അപരാധങ്ങൾ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മാറ്റങ്ങൾ വേണ്ടത്. കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ കുട്ടികളെ എല്ലാം എല്ലാ ജോലിയും ചെയ്യിപ്പിക്കണം. നമ്മുടെ കുട്ടികളാരും ഡിസേബിൾഡ് ഒന്നും അല്ലല്ലോ. അവർക്ക് സ്വന്തമായിട്ട് കാലിലെ ഷൂ വൃത്തിയാക്കി വയ്ക്കാനും ഉടുപ്പ് അയൺ ചെയ്ത് വയ്ക്കാനും ഒരു ആൾ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ അതിൽ സ്വയം തുറന്ന് അകത്തേക്ക് കയറാനും സ്വയം ബൈക്കായാലും കാറായാലും സ്വന്തം അവനവൻ്റെ സാധനം കഴുകിയിടേണ്ടതും അവനവനാണെന്നുള്ള കാഴ്ചപ്പാടൊക്കെ മിക്ക ആൺകുട്ടികൾക്ക് ഇപ്പോഴും ഇല്ല. ഇതെല്ലാം പെൺകുട്ടി ചെയ്യണം എന്നുള്ള ഒരു കാഴ്ചപ്പാട്. ഇതെല്ലാം വിവാഹത്തിൽ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. പെൺകുട്ടി ആകപ്പാടെ പേടിച്ചു പോവുകയാണ് ചെയ്യണത്, വിഷമിച്ചു പോവും. ഇത് ഞാൻ എന്തിനാ, എൻ്റെ ഭർത്താവ്, എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ അങ്ങനെ അല്ലല്ലോ ചെയ്യുന്നത്, ഞാൻ കണ്ട എൻ്റെ മാമൻ അങ്ങനെ അല്ലല്ലോ ചെയ്യുന്നത്, പക്ഷേ ഈ വീട്ടിൽ മാത്രം എന്താണ് ഇത്ര പ്രത്യേകതകൾ എന്നുള്ള കുറേ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ പതിയെ പിന്നെ ഇതൊരു സെക്ഷൽ ഇഷ്യൂസിലേക്കൊക്കെ എത്തും. അങ്ങനെ നമുക്കറിയാം ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി റേറ്റ് ഭയങ്കരമായിട്ട് കൂടുകയാണ്. അപ്പോൾ പല കപ്പിൾസിൻ്റെ അടുത്ത് സംസാരിക്കുമ്പം കൂടുതലും IVF IVI ഒക്കെ രീതിയിലാണ് കുട്ടികളുണ്ടാവുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്ന സമയത്ത് ഒരു കുഞ്ഞുണ്ടാവാൻ വേണ്ടി ഇൻഫെർട്ടിലിറ്റിയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഡോക്ടേഴ്സ് പറയും ഇന്ന ദിവസം നിങ്ങൾ ഫിസിക്കൽ ഇൻറ്റിമസി ഉണ്ടാവണം, പെനിട്രേറ്റീവ് സെക്സ് ഉണ്ടാവണമെന്ന് പറയും. അപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് അവിടെ പെനിട്രേറ്റീവ് സെക്സ് ഉണ്ടാവുന്നത്, ഒരു ഹാപ്പിനെസ് ഉണ്ടാവില്ല. അങ്ങനെ അവിടെ ഒരു കുട്ടി ഉണ്ടാവുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗത്തിലൂടെ ഒരു കുഞ്ഞുണ്ടാവുന്നു. അപ്പം അറിയാമല്ലോ, ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒക്കെ നമുക്ക് ട്വിൻസും ട്രിപ്ലെറ്റ്സും ഒക്കെയാണ് ഉണ്ടാവുന്നത്. അപ്പം കുട്ടികൾ കൂടും ഒരു വീട്ടിൽ. ഒരു കുട്ടിയായാലും 2 കുട്ടിയായാലും 4 കുട്ടികളായാലും ഇന്നും വളർത്തുന്നത് നമ്മുടെ പെൺകുട്ടികളായിരിക്കണം, അല്ലെങ്കിൽ അമ്മമാരായിരിക്കണം എന്നൊരു ചിന്താഗതിയുണ്ട്. പല കേസിലും ഞാൻ കാണുന്ന കാര്യമാണ്, കുട്ടിയെ ഒന്ന് ഹസ്ബൻഡ് എടുക്കുക പോലുമില്ല. ആ സമയവും പുള്ളിക്കാരൻ വീട്ടിൽ വന്നാലും മൊബൈലിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ കുക്കിംഗ് ചെയ്യണം, പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചാൽ സംസാരിക്കണം, വീട്ടിൽ ഗസ്റ്റ് വന്ന് എൻ്റർടൈൻ ചെയ്യണം, എല്ലാം ചെയ്യണം. പക്ഷേ കുട്ടിയെയും ക്വാളിറ്റി ടൈമിൽ നോക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടി ഭയങ്കരമായിട്ടുള്ള വാശിക്കാരനായിട്ട് വരുന്നു. അപ്പോൾ അച്ഛൻ കുട്ടിയെ നോക്കണം എന്ന് മാത്രമല്ല ഞാൻ പറയണത്, അച്ഛൻ്റെ പ്രസൻസും കുട്ടിക്ക് ആവശ്യമാണ്. എന്തുകൊണ്ട് ഒരു അച്ഛന് ഒരു ബിസി ആയിട്ടുള്ള ഒരു അമ്മയാണെങ്കിൽ ആ കുട്ടിയെ ഒന്ന് കൊണ്ടുപോയി കുളിപ്പിക്കാൻ പറ്റുന്നില്ല, ഒരു ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഇവിടെ എല്ലാം അവരും ഒറ്റയ്ക്ക് കിടന്ന് ഈ പെൺകുട്ടികൾ ഇതെല്ലാം അങ്ങ് ചെയ്യുക. കാര്യം ഇവർ കണ്ടിട്ടുള്ളത് അമ്മ 24 hours വീട്ടുജോലി ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയെ, ഒരു അമ്മയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് എൻ്റെ ഭാര്യ എങ്ങനെയായാലും ചെയ്തോളും. അതെല്ലാം പിന്നെ ഇവരുടെ സെക്ഷൽ ലൈഫിന് ഇഷ്യൂസ് ഉണ്ടാവും. നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞ പോലെ ലവ്, കമ്മ്യൂണിക്കേഷൻ, ലാംഗ്വേജ്, ഇതിനെല്ലാം ഡിഫറൻസസ് ഉണ്ടാവുന്നുണ്ട്. പതിയെ തന്നെ മാനസികമായിട്ടൊരു സെപ്പറേഷൻ അവിടെ ഉണ്ടാവുന്നു. പിന്നെ നമ്മൾ കാണുന്ന കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പെൺകുട്ടിയുടെ അമ്മമാരുടെ ഓവർ ഇൻവോൾവ്മെൻറ്റ്. അവർക്ക് കുട്ടിക്ക് ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചുമക്കളായി, മകളെയും കൊച്ചുമക്കളെയും വേർപിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഒരിക്കലും ഹസ്ബൻഡിൻ്റെ കൂടെ പോയി താമസിക്കാനോ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുമായിട്ട് ചേർന്ന് പോകാനോ സമ്മതിക്കാത്ത കേസുകൾ ഞാൻ ധാരാളം കാണുന്നുണ്ട്. അവർക്കെപ്പോഴും കുട്ടിയെ വിടാൻ വയ്യ. അതുകൊണ്ട് ഇപ്പം സപ്പോസ് ഇപ്പം ഹസ്ബൻഡ് ഇപ്പം പുറത്താണ് ജോലി ചെയ്യണമെങ്കിലും ഈ മകളെയും കുട്ടിയും വിടില്ല. അപ്പോൾ മകൾക്ക് ഈ വീട്ടുജോലി ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൊണ്ടും ഹസ്ബൻഡ് ഒട്ടും സഹായിക്കാത്ത ഒരാളും കൂടെ ആവുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ പിന്നെ പല ഇഷ്യൂസ് ഉണ്ടാവുന്നു. ഫിസിക്കൽ സെപ്പറേഷൻ, ലീഗൽ സെപ്പറേഷൻ, കമ്മ്യൂണിക്കേഷൻ എറേഴ്സ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്കൊക്കെ ചെന്ന് വീഴും. അപ്പം മൊത്തം നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മളെ കുടുംബത്തിൽ എവിടെയോ ഒരു സിസ്റ്റത്തിന് ഫെയിലർ ഇല്ലേ എന്ന് നമ്മൾ ആദ്യം ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം, അല്ലേ? എവിടെയൊക്കെയാണ് എൻ്റെ മരുമകൾക്ക് എന്നോട് താല്പര്യമില്ലാത്തത്, എവിടെയൊക്കെയാണ് എൻ്റെ മരുമകന് താല്പര്യമില്ലാത്തത്.
നമ്മൾ പറയുമല്ലോ ഈ ലവ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് എപ്പോഴോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ലവ് കമ്മ്യൂണിക്കേഷനിൽ തന്നെയാണ് എല്ലാ ബന്ധങ്ങളും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു മരുമകനെ ഒരു അമ്മായിയമ്മ മോശമായിട്ട് പറയുന്നു, എന്തെങ്കിലും പഴയ കാര്യങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലും ഇഷ്യൂസിനെ കുറിച്ച് കല്യാണ സമയത്തുണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് പറഞ്ഞാൽ അവിടെ ഒരു ലവ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധം, കരുണ അതൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ ആ കാഴ്ചപ്പാടിലാണ് പിന്നെയുള്ള ലൈഫ് മൊത്തം പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എല്ലാം സ്ട്രെസ്സും ഇഷ്യൂസും ഉണ്ടാവുകയാണ്. പിന്നെ ഇപ്പം നമ്മൾ ഈ വിവാഹ ജീവിതം എല്ലാം ഒരു ഫാൻറ്റസി പോലെ ആയി പോകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമില്ലാതെ ഇല്ല. കാര്യം സോഷ്യൽ മീഡിയയിലും വാട്സപ്പ് സ്റ്റാറ്റസിലും നമ്മൾ എന്താണോ ഇടുന്നത് അതുപോലെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം പല കപ്പിൾസും പറയാറുണ്ട്. ഓക്കെ, അതിൽ സ്ത്രീകൾക്ക് മാത്രമല്ല ഇങ്ങനെ ബർത്ത്ഡേ ആഘോഷം വേണമെന്നും നമ്മളെ എൻഗേജ്മെൻറ്റിൻ്റെ ഡേ, ഇപ്പം ഡേയ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഡേയ്സ് എൻഗേജ്മെൻറ്റ് ഡേ, കണ്ട ദിവസത്തിൻ്റെ ഡേ, പിന്നെ എക്സ്ട്രാ വാലൻറ്റൈൻസ് ഡേ, പിന്നെ ഓണം, ക്രിസ്മസ്, പിന്നെ വീട്ടിലെല്ലാവരും ബർത്ത്ഡേ ആഘോഷിക്കണം. അപ്പോൾ ഇതിനൊന്നും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഫാമിലിയിൽ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ എടുത്തിട്ട് ആഘോഷമാക്കുന്ന സമയത്ത് ഇത് കിട്ടാത്തവർക്കൊരു വിഷമം ഉണ്ടാവുകയും അത് നമുക്ക് മാനസികമായിട്ടൊരു സ്ട്രെസ്സാണ് ഉണ്ടാക്കുന്നത്. സ്വാഭാവികമായിട്ട് അതവിടെ ഇഷ്യൂസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്കറിയാം ട്രിപ്പുകൾ പോകുന്നത് ഏറ്റവും രസകരമായിട്ടുള്ള കാഴ്ചകൾ ഞാൻ കാണുന്നത്, നമ്മളിപ്പോൾ ഒരു ബീച്ചിൽ പോയാലും അവിടെ കപ്പിൾസ് വരുന്നത് സന്തോഷിക്കാനല്ല, അവിടെ വന്നിട്ട് ഭയങ്കര വഴക്കാണ്. അപ്പം നമ്മുടെ എന്താണോ നമ്മൾ പറയേണ്ടതേ പറയാവൂ സിറ്റുവേഷൻ അനുസരിച്ച്. അപ്പോൾ എവിടെ പോയാലും ഇവർ തമ്മിൽ സ്ട്രെസ്സാണ് ഞാൻ കാണുന്ന കാര്യങ്ങൾ. ഒരു ട്രിപ്പ് പോയാലും നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി എന്നെ കൂട്ടിയില്ല, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് കളിയാക്കിക്കൊണ്ട് നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞു. നമ്മൾ കാണാത്ത കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മളൊക്കെ പഠിച്ച തിയറിയിലൊന്നും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കാം വിവാഹ പ്രശ്നങ്ങളായിട്ടൊക്കെ ഉണ്ടാവുന്നത്. അപ്പം നമുക്കൊരു തിരിച്ചറിവുണ്ടാവണം. വൈകാരികമായിട്ടുള്ള ബുദ്ധി നമ്മൾ എവിടെയും നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ പലപ്പോഴും വിവാഹ റിലേഷൻഷിപ്പ് മാത്രമല്ല, നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പും നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധ്യമായിരിക്കും. ഇപ്പോൾ മാം പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളത്, അത് എങ്ങനെ സംസാരിക്കുന്നതിലുപരി എന്തൊക്കെയായിരിക്കണം ഒരു ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ പങ്കുവെക്കേണ്ടത്, എന്തൊക്കെയായിരിക്കണം നമ്മൾ കുറച്ചൊക്കെ പ്രൈവസിയിൽ കീപ്പ് ചെയ്യേണ്ടത്. ചില കേസുകളിൽ വരുന്ന സമയത്ത് വൈഫോ അല്ലെങ്കിൽ ഹസ്ബൻഡോ പറഞ്ഞു കേൾക്കാറുള്ളതാണ്, രഹസ്യമായിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം പെൺകുട്ടി വീട്ടിൽ പറയുന്നു, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളത് നിത്യം കാണുന്ന കേസുകളാണിത്. അപ്പം നമുക്ക് എന്താണ് പറയേണ്ടത് എന്നുള്ളത് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. വൈഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചെറിയ പിണക്കങ്ങളില്ലാത്ത ദാമ്പത്യമില്ല. അപ്പോൾ ചെറിയ പിണക്കങ്ങളെ നമ്മളുടെ പാരൻസിൻ്റെ അടുത്ത് പറയപ്പം അവർ എടുക്കുന്ന പിക്ചർ എന്ന് പറയുന്നത് വലിയൊരു ചിത്രമാണ്. ഇവിടെ പിണക്കമൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം ഇവർ ഹാപ്പിയായി ഒരു സിനിമയൊക്കെ കണ്ടിട്ട് തിരിച്ചു വരും. പക്ഷെ പാരൻസിൻ്റെ ഉള്ളിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് അവിടെ ഡെവലപ്പ് ചെയ്യുകയാണ്. അവിടെ തൊട്ട് പിന്നെ ഡയലോഗുകൾ മാറും. എവിടെ ആൻസൈറ്റി കാരണം തന്നെ പറയും, നീ ശ്രദ്ധിക്കണം, സൂക്ഷിച്ചോളണം എന്നൊക്കെ. അപ്പോൾ ഇതും നമ്മളെ ദാമ്പത്യത്തിൽ ഭയങ്കരമായിട്ട് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പ്രൈവസി എന്ന് പറയുന്നത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ത് പറയണം എന്ത് പറയണ്ട എന്ന് തീർച്ചപ്പെടുത്തണം. പക്ഷേ ഇതിൽ വേറൊരു വശം ഞാൻ കണ്ടത്, ഈ പ്രൈവസി ഇഷ്യൂസിൻ്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് എന്ത് ഇഷ്യൂസ് വന്നാലും പുറത്ത് പറയാത്ത അവസ്ഥയും കാണുന്നുണ്ട്. അവിടെ എന്തെങ്കിലും ഒരു വെർബൽ അബ്യൂസോ ഫിസിക്കൽ അബ്യൂസോ വന്നാൽ ഇത് പ്രൈവസിയാണ്, അതുകൊണ്ട് വെളിയിൽ മിണ്ടണ്ട. അത് നമ്മൾ മാറ്റണം. അതല്ലെങ്കിൽ അവിടെ ഒരു മാരേജ് കഴിഞ്ഞിട്ട് അവിടെ ഒരു സെക്ഷൽ ലൈഫ് ഉണ്ടാവുന്നില്ല. സെക്ഷൽ ലൈഫ് ഇല്ലെങ്കിൽ നമ്മൾ ആ മാരേജിൽ ഈ പാർട്ണർ സംതൃപ്തി ഇല്ലെങ്കിൽ അത് തുറന്ന് പറഞ്ഞാലല്ലേ അറിയാൻ പറ്റൂ വീട്ടുകാർക്ക് ഇവർ എത്ര നാളെ ഇങ്ങനെ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ആ പ്രൈവസി നമ്മളെ ലൈഫിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വേണ്ടപ്പെട്ടവരുടെ അടുത്ത് നമ്മളത് പറയുക തന്നെ ചെയ്യണം. നമുക്കറിയാമല്ലോ, റീസെൻ്റായിട്ട് നടന്ന പല സൂയിസൈഡ് ഇഷ്യൂസിലും ഭയങ്കരമായിട്ടുള്ള ടോർച്ചറിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്.
പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ ഈ അടുത്ത സമയത്ത് നടന്നിട്ടുള്ളത്. അപ്പം പറഞ്ഞിട്ട് പോലും അവിടെ ഒരു ആത്മഹത്യ ഉണ്ടായി, സൂയിസൈഡ് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ഇത്. അപ്പോൾ എനിക്ക് കുട്ടികളുടെ അടുത്ത് പ്രത്യേകിച്ച് നമ്മളെ പെൺകുട്ടികളുടെ അടുത്തൊക്കെ പറയാനായിട്ടുള്ളത്, നമ്മൾ സൂയിസൈഡൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിന് വേണ്ടിയല്ലല്ലോ നമ്മൾ ഈ 22-25 വർഷവും നമ്മൾ വളരെ പ്രയാസപ്പെട്ട് പഠിച്ച് നമ്മൾ മുന്നോട്ട് വന്നത്. നമുക്ക് സൂയിസൈഡ് ചെയ്താൽ ജയിക്കുന്നത് എപ്പോഴും മറുവശമാണെന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നാൾ കേസുണ്ടാവും, പിന്നെ അതൊക്കെ അങ്ങ് പോകും. നമ്മളെ നിയമം ഒക്കെ ആ രീതിയിലാണല്ലോ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ സൂയിസൈഡ് ചെയ്യാതെ തന്നെ നമ്മൾ ആ റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മൾ മൂവ് ഔട്ട് ചെയ്യുക. മൂവ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്കിപ്പോൾ സപ്പോസ് ഇപ്പോൾ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പോലും നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ കുട്ടികൾ ഉണ്ടാവുന്നത് തന്നെ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ ഒരു കുറച്ച് ദിവസമൊക്കെ ഹസ്ബൻഡിൻ്റെയൊക്കെ സ്വഭാവമൊക്കെ മനസ്സിലാക്കിയിട്ട് കുഞ്ഞുണ്ടാവുന്നതായിരിക്കും നല്ലത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈഫ് എങ്ങനെ പോകുമെന്ന് അറിയില്ല. ഇപ്പം പ്രത്യേകിച്ച് ലവ് മാരേജിൻ്റെയൊക്കെ ഒരു കാര്യത്തിൽ വരുന്ന സമയത്ത് ഞാൻ കാണുന്നത്, ലവ് മാരേജിൻ്റെ ഒരു ഇതിൽ കുട്ടി ഇറങ്ങി പോവുകയാണ്, അടുപ്പിച്ചടുപ്പിച്ച് 2-3 കുട്ടികളുണ്ടാവുന്നു, തിരിച്ച് പ്രശ്നങ്ങളാവണ്, കുട്ടിക്ക് പോകാൻ ഒരു സ്ഥലമില്ല. ജോലി ചെയ്യാൻ പ്രൊഫഷണൽ ക്വാളിഫൈഡ് ആയിരിക്കാം, പക്ഷേ ജോലിക്ക് പോകണമെങ്കിൽ കുട്ടികളെ എവിടെ ആക്കും? കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ കുട്ടികളെ ഒരു ഡേ കെയറിലാക്കാൻ പറ്റുന്നുള്ളൂ. പ്രത്യേകിച്ച് നൈറ്റ് ഷിഫ്റ്റ് ഉള്ളവർ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ പെൺകുട്ടികളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ സൂയിസൈഡിനെ കുറിച്ച് ഒന്നുമല്ല ചിന്തിക്കേണ്ടത്. ഇത് മൂവ് ഔട്ട് ചെയ്തിട്ട് ആദ്യം സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. കാര്യം നിങ്ങൾ ഓരോ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തപ്പോഴും അവിടെ സ്ട്രെസ്ഡ് ആവുന്നത് കുട്ടികളാണ്. നമ്മൾ പാവം, നമ്മളെ കുട്ടികൾ അത് എങ്ങനെയാണ് എടുക്കണമെന്ന് അറിയില്ല. അവർക്ക് ട്രോമയാണ്. നമ്മൾ അറിയാതെ തന്നെ കുഞ്ഞുങ്ങൾക്ക് നമ്മളെല്ലാം നേടിക്കൊടുക്കുകയും മറുഭാഗത്ത് കുട്ടികൾക്ക് നമ്മൾ ട്രോമ സൃഷ്ടിച്ചു കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ഒന്ന് ഈ വിവാഹം കഴിഞ്ഞ ആൾക്കാർ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ ട്രോമ ഇല്ലാതെ കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യാം, ഒരു വൈഫിന് വേണ്ട എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം, ഒരു ഹസ്ബൻഡിന് വേണ്ട എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ള രീതിയിൽ നമ്മളെ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ സ്വയം തിരിച്ചറിവുകൾ ഉണ്ടാവുന്നത് എപ്പോഴും നല്ല കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ കുറച്ചും കൂടെ വ്യക്തതയാർന്ന് കുറച്ചും കൂടെ മികവാർന്നതാക്കാനായിട്ട് നമ്മൾ തന്നെ ശ്രമിക്കണം എന്നുള്ളതിൻ്റെ ഒരു രത്ന ചുരുക്കമാണ് മാം ഇപ്പോൾ നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ്. കാണാം നമുക്ക് മറ്റൊരു ഡോക്ടേഴ്സ് ടോക്കിങ്ങിലൂടെ.